പ്രിയപ്പെട്ട കുട്ടികളെ, സോളജി പ്രാക്ടിക്കൽ എക്സാം ടിപ്സ് തരാനാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. 1.5 മണിക്കൂറാണ് പ്രാക്ടിക്കൽ, 20 സ്കോറാണ്. ശ്രദ്ധിക്കുകയാണ് എങ്കിൽ 20-ൽ 20 നിങ്ങൾക്ക് ലഭിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒന്നാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ പിക്ചർ ഓർ ഫോട്ടോഗ്രാഫ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസ്. അത് ഏതൊക്കെയാണ്? ഹൈഡ്ര, ലിവർ ഫ്ലൂക്ക്, ആസ്കാരിസ്, ലീച്ച്, എർത്ത് വോം, പ്രോണ്, സിൽക്ക് വേം, അണീബി, സ്നെയിൽ, സ്റ്റാർഫിഷ്. ഇത്രയും ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽസിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് തരിക. ഇത് നിങ്ങൾ ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. യു ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ഇറ്റ്. ഐഡൻറ്റിഫിക്കേഷന് 1/2 മാർക്കാണ്, 1/2 സ്കോറാണ്. ഇനി ഇതിൻ്റെ വാല്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നാണ് എക്സാമിനർ ചോദിക്കുക. ആ വാല്യൂ പോയിൻറ്റിന് 1/2 സ്കോർ, അങ്ങനെ മൊത്തം 1 മാർക്ക്. ഇത് ഇത്രയും സ്പെസിമെൻസ് നിങ്ങൾ പഠിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. രണ്ടാമത്തത് സെയിം ക്വസ്റ്റ്യൻ, പക്ഷെ വെർട്ടിബ്രേറ്റ് ആനിമലാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ, സെയിം രീതി തന്നെ. അപ്പോൾ വെർട്ടിബ്രേറ്റ് ആനിമൽ ഷാർക്ക് ആവാം, റോഹു ഫിഷ് ആവാം, ഫ്രോഗ് ആവാം, കലോട്ടസ് ആവാം, പീജിയൻ ആവാം, റാബിറ്റ് ആവാം. ഇതിലേതെങ്കിലും ഒന്നാണ് ചോദിക്കുക. അതിന് സെയിം എക്സാമിനർ വാല്യൂ പോയിൻ്റ് ഒന്നുകിൽ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിക്കാം, ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടർ ചോദിക്കാം, അഡാപ്റ്റേഷൻ ചോദിക്കാം. അതിന് 1/2 പോയിൻ്റ്, ഈ ഐഡൻറ്റിഫിക്കേഷന് 1/2 പോയിൻ്റ്, മൊത്തം 1 പോയിൻ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, ഐഡൻറ്റിഫൈ സിനോവിയൽ ജോയിൻസ്. ഓസ്റ്റിയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്കൊരു ഫിഗറാണ് തരിക. ആ ഫിഗർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ജോയിൻറ്റിൻ്റെ, സിനോവിയൽ ജോയിൻറ്റിൻ്റെ ഫിഗർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഒന്നുകിൽ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആവാം, അല്ലെങ്കിൽ ഹിഞ്ച് ജോയിൻ്റ് ആവാം, അല്ലെങ്കിൽ പിവറ്റ് ജോയിൻ്റ് ആവാം, അല്ലെങ്കിൽ ഗ്ലൈഡിങ് ജോയിൻ്റ് ആവാം. യു ആർ സപ്പോസ് ടു റൈറ്റ് ദ ഐഡൻറ്റിഫിക്കേഷൻ. അതിന് 1/2 സ്കോറാണ്. ഏത് ജോയിൻ്റാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ അതിൻ്റെ ഫങ്ഷണൽ പെക്യൂലിയാരിറ്റി എഴുതണം. ഫങ്ഷണൽ പെക്യൂലിയാരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണ്. അതിന് 1/2 മാർക്കാണ്, മൊത്തം 1 മാർക്കാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ഓസ്റ്റിയോളജി. ക്വസ്റ്റ്യൻ നമ്പർ 3. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, ഐഡൻറ്റിഫൈ മാർക്ക്ഡ് പോർഷൻ ഓഫ് ദി മോഡൽ. ഫിസിയോളജി മോഡൽ, ഫിസിയോളജി എന്നാണ്. മോഡൽ ഏതൊക്കെയാണ്? ഹാർട്ട്, ലങ്, കിഡ്നി, ബ്രെയിന്, ഐ, ഇയർ, യൂറിനറി സിസ്റ്റം. ഇതിലേതെങ്കിലും ഒരു മോഡൽ, ആ മോഡൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ മാർക്ക് ചെയ്ത ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. പ്ലസ് അതിൻ്റെ ഫിസിയോളജിക്കൽ ഫങ്ഷനും എഴുതണം. ഐഡൻറ്റിഫിക്കേഷന് 1/2 പോയിൻ്റ്, ഫിസിയോളജിക്കൽ ഫങ്ഷന് 1/2 പോയിൻ്റ്, മൊത്തം 1 മാർക്കാണ്. ദാറ്റ്സ് ഓൾ. 4th ക്വസ്റ്റ്യൻ. ദെൻ 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹിസ്റ്റോളജിയിൽ നിന്നാണ്. ഐഡൻറ്റിഫൈ ദ സ്ലൈഡ് ഓഫ് ദി ഗിവൺ ടിഷ്യൂ. സ്ട്രിയാറ്റഡ് മസിൽസ് ആവാം, നോൺ സ്ട്രിയാറ്റഡ് മസിൽസ് ആവാം, കാർഡിയാക്ക് മസിൽസ് ആവാം. ഈ ഏതെങ്കിലും ഈ 3 എണ്ണത്തിൽ ഒരു സ്ലൈഡ് വെക്കും, പെർമനൻറ്റ് സ്ലൈഡ് വെക്കും. ആ പെർമനൻറ്റ് സ്ലൈഡ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ ഐഡൻറ്റിഫിക്കേഷന് 1 സ്കോറാണ്, 1 മാർക്കാണ്. ഇനി അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഫിഗർ വരക്കണം, സ്കെച്ച് ചെയ്യണം. പ്ലസ് അത് ലേബൽ ചെയ്യണം. ആ ഫിഗറിനും അഥവാ സ്കെച്ചിനും ലേബലിനും കൂടി 1 മാർക്ക്. അങ്ങനെ മൊത്തം 2 മാർക്ക്. സ്ട്രിയാറ്റഡ് മസിൽസ്, നോൺ സ്ട്രിയാറ്റഡ് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. 6th ക്വസ്റ്റ്യൻ മോർഫോളജി ആൻഡ് അനാട്ടമിയിൽ നിന്നാണ്. ഡ്രോ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച്. ലേബൽ 4 പാർട്സ് സജസ്റ്റഡ്. എക്സാമിനർ പറയുന്ന 4 ഭാഗം അടയാളപ്പെടുത്തിക്കൊണ്ട് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം വരക്കണം നിങ്ങൾ. അതിൽ ആ ഡയഗ്രത്തിന് 1 മാർക്കാണ്. 4 പാർട്ട് ലേബൽ ചെയ്യുന്നതിന് 1/2 മാർക്ക് വീതം, മൊത്തം 2 സ്കോറാണ്. അങ്ങനെ മൊത്തം 3 സ്കോർ വരും. ഡയഗ്രത്തിന് 1 സ്കോറ്, ലേബലിങ്ങിന് 2 സ്കോറ്, അങ്ങനെ 3 സ്കോറാണ് ഇതിനുള്ളത്. ഒന്നുകിൽ നിങ്ങളോട് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം വരക്കാൻ പറയും, എന്നിട്ട് 4 ഭാഗം ലേബൽ ചെയ്യാൻ പറയും. അതല്ലെങ്കിൽ ഫ്രോഗിൻ്റെ വിസറ വരച്ച് 4 ഭാഗം അടയാളപ്പെടുത്താൻ പറയും. അതിന് ഡയഗ്രത്തിന് 1 സ്കോറ്, ലേബലിങ്ങിന് 2 സ്കോറ്, മൊത്തം 3 സ്കോറ്.
ഓക്കെ. 7th ക്വസ്റ്റ്യൻ ബയോകെമിക്കൽ എക്സ്പെരിമെൻ്റ് ആണ്. 2 സാമ്പിൾ സൊല്യൂഷൻസ് എ ആൻഡ് ബി ആർ ഗിവൺ, ഐഡൻറ്റിഫൈ ദ സാമ്പിൾ. അപ്പോൾ ബയോകെമിക്കൽ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഗ്ലൂക്കോസ് ആവാം, സ്റ്റാർച്ച് ആവാം, പ്രോട്ടീൻ ആവാം. 2 ml സാമ്പിൾ സൊല്യൂഷൻ എടുക്കുക, അതിൽ 2 ml ബെനഡിക്സ് റിയേജൻ്റ് ഒഴിക്കുക, എന്നിട്ട് ബോയിൽ ചെയ്യുക, ചൂടാക്കുക. അപ്പോൾ റെഡ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ സൊല്യൂഷനിൽ ഗ്ലൂക്കോസ് ഉണ്ട് എന്ന് മനസ്സിലാവും. ഇനി സ്റ്റാർച്ച് ആണെന്നുണ്ടെങ്കിൽ ലുഗോൾസ് അയഡിൻ സൊല്യൂഷൻ 1-2 ഡ്രോപ്പ് ഒഴിക്കുക. അപ്പോൾ ബ്ലൂ കളർ വരുന്നുണ്ട് എങ്കിൽ ആ സാമ്പിളിൽ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. ഇനി നമ്മളെ സാമ്പിളിലേക്ക് 2-3 ഡ്രോപ്പ് 20% വീര്യമുള്ള സൾഫോസാലിസിലിക് ആസിഡാണ് ഒഴിക്കുന്നത് എങ്കിൽ, അത് വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ആ സാമ്പിളിൽ എന്തുണ്ട്? പ്രോട്ടീൻ ഉണ്ട്. സോ ലെറ്റ് us ഈസിലി ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് കണ്ടെയ്ൻസ് ഗ്ലൂക്കോസ് ഓർ സ്റ്റാർച്ച് ഓർ പ്രോട്ടീൻ. അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ഈ ക്വസ്റ്റ്യൻ നമ്പർ 7. അതിന് എക്സ്പെരിമെൻറ്റിന് 1 മാർക്ക്, പ്രൊസീജിയറിന് 1/2 മാർക്ക്, റിസൾട്ട് 1/2 മാർക്ക്. എന്താ റിസൾട്ട്? ദ ഗിവൺ സാമ്പിൾ എ കണ്ടെയ്ൻ സച്ച് ആൻഡ് സച്ച് ബയോകെമിക്കൽ, പ്രോട്ടീന് അല്ലെങ്കിൽ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഗ്ലൂക്കോസ്. ബി കണ്ടെയ്ൻ സച്ച് ആൻഡ് സച്ച് ബയോകെമിക്കൽ കോമ്പൗണ്ട്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? റിസൾട്ട് എഴുതേണ്ടത്. അപ്പോൾ പ്രത്യേകം ഓർക്കണം, ഈ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ പ്രധാനമാണ്. എക്സ്പെരിമെൻറ്റിന് 1 മാർക്ക്, പ്രൊസീജിയറിന് 1/2 മാർക്ക്, റിസൾട്ട് എഴുതിയതിന് 1/2 മാർക്ക്. അതാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇതിൽ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഓർ ക്വസ്റ്റ്യൻ എന്താണ്? 2 യൂറിൻ സാമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. 2 യൂറിൻ സാമ്പിൾസ് എ ആൻഡ് ബി ആർ ഗിവൺ, ഐഡൻറ്റിഫൈ ദ സാമ്പിൾ ഫോർ ദ പ്രസൻസ് ഓഫ് ആൽബുമിൻ യൂസിങ് ഗിവൺ റിയേജൻറ്റ്. അപ്പോൾ ആൽബുമിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ എന്താ പറയുക റിയേജൻറ്റ്, ആ 20% വീര്യമുള്ള 20% വീര്യമുള്ള സൾഫോസാലിസിലിക് ആസിഡ് ഒഴിച്ചിട്ട് വൈറ്റ് ക്ലൗഡി പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ആ യൂറിൻ സാമ്പിളിൽ എന്തുണ്ട്? ആൽബുമിൻ ഉണ്ട്. അത് എൻഷുർ ചെയ്യാനാണ് അത് കൊടുത്തിട്ടുള്ളത്. ദെൻ അതില്ലെങ്കിൽ അതിലെന്തില്ല? ആൽബുമിൻ ഇല്ല. അപ്പോൾ ആൽബുമിൻ ഉള്ള സാമ്പിൾ ഏതാണ്, ആൽബുമിൻ ഇല്ലാത്ത സാമ്പിൾ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി അല്ലെങ്കിൽ 2 യൂറിൻ സാമ്പിൾസ് എ ആൻഡ് ബി ആർ ഗിവൺ, ഐഡൻറ്റിഫൈ ദ യൂറിൻ ഓഫ് ഡയബറ്റിക് പേഷ്യൻറ്റ്. ഡയബറ്റിക് പേഷ്യൻറ്റിൽ എന്തുണ്ടാവും? ഷുഗർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? ഷുഗറിൻ്റെ റിയേജൻ്റ് ആണ്. ആ ഷുഗറിൻ്റെ റിയേജൻ്റ് ആണ് അവിടെ നൽകിയിട്ടുണ്ടാവുക. എന്താ ഷുഗറിൻ്റെ റിയേജൻറ്റ്? ബെനഡിക്സ് റിയേജൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. യൂറിൻ സാമ്പിൾ 2 ml എടുത്തിട്ട് അതിലേക്ക് 2 ml ബെനഡിക്സ് റിയേജൻറ്റ് ഒഴിച്ച് നമ്മൾ ബോയിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ റെഡ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ യൂറിൻ സാമ്പിളാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ലൈഡ് പ്രിപ്പറേഷനാണ്. പ്രിപ്പയർ സ്റ്റെയിൻഡ് സ്ലൈഡ് ഓഫ് ചീക്ക് എപ്പിത്തീലിയം. ചീക്ക് എപ്പിത്തീലിയത്തിൻ്റെ സ്റ്റെയിൻഡ് സ്ലൈഡ് ഉണ്ടാക്കുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ആൻഡ് ലേബൽ 2 പാർട്സ് ഓഫ് ദി സെൽ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ഒരു ടൂത്ത് പിക്കിൻ്റെ ആ പോയിൻ്റഡ് എൻഡ് ഒന്ന് ഒടിച്ച് കളയാം. എന്നിട്ട് അതുപയോഗിച്ച് നമ്മുടെ ചീക്കിൽ നിന്ന് എപ്പിത്തീലിയൽ സെൽസ് ചെറുതായിട്ട് വളരെ ജെൻറ്റിലായിട്ട് സ്ക്രാപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഈ ടൂത്ത് പിക്കിൻ്റെ എൻഡിൽ ചീക്ക് എപ്പിത്തീലിയൽ സെൽസ് കിട്ടും. സ്ക്രാപ്പഡ് ആയിട്ടുള്ള ചീക്ക് എപ്പിത്തീലിയൽ സെൽസ് ഒരു സ്ലൈഡിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? സ്ലൈഡിൽ പുട്ട് ചെയ്തിട്ട് അതിനെ സ്പ്രെഡ് ചെയ്യുക. ഏതുപയോഗിച്ച്? ഒരു നീഡിൽ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്യുക. 1 ഡ്രോപ്പ് മെത്തിലീൻ ബ്ലൂ സ്റ്റെയിൻ ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കാത്തു നിൽക്കുക. അതിന് ശേഷം അധികം വരുന്ന സ്റ്റെയിൻ എന്ത് ചെയ്യുക? ഡ്രെയിൻ ചെയ്യുക, റിമൂവ് ചെയ്യുക. ശേഷം 1 ഡ്രോപ്പ് ഗ്ലിസറിൻ ഉറ്റിക്കുക. ആ 1 ഡ്രോപ്പ് ഗ്ലിസറിൻ ഉറ്റിച്ചതിന് ശേഷം കവർ സ്ലിപ്പ് ഇടുക. കവർ സ്ലിപ്പ് ഇട്ട് ജസ്റ്റ് ആ നീഡിലൊന്ന് ജെൻറ്റിലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ജെൻറ്റിലായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ചീക്ക് എപ്പിത്തീലിയൽ സെൽസ് നന്നായിട്ട് സ്പ്രെഡ് ആവും. അപ്പോൾ നമുക്ക് വളരെ വിസിബിളായിട്ട് ഓരോ സെല്ലും കാണാൻ പറ്റും.
അപ്പോൾ യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അത് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ചീക്ക് എപ്പിത്തീലിയൽ സെൽസ് നന്നായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ സ്ലൈഡ് പ്രിപ്പറേഷന് ഒരു സ്കോറാണ്, പ്ലസ് അതിൻ്റെ ഡയഗ്രാം വരക്കണം. ഡയഗ്രാം വരക്കുന്നതിന് ഒരു മാർക്കാണ്. ഡയഗ്രാം വരക്കാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡ്രോ ആൻഡ് ലേബൽ 2 parts ഓഫ് എ സെൽ. 2 parts ഡയഗ്രാം വരച്ച് 2 parts എന്ത് ചെയ്യണം? ലേബൽ ചെയ്യണം. അങ്ങനെ 1 മാർക്ക് സ്ലൈഡ് പ്രിപ്പറേഷൻ, 1 മാർക്ക് ഡയഗ്രാം. ഇതിലൊരു ഓർ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ബ്ലഡ് സ്മിയർ പ്രിപ്പറേഷൻ ആണ് അത്. എന്താ ക്വസ്റ്റ്യൻ? പ്രിപ്പയർ എ സ്റ്റെയിൻഡ് തിൻ സ്മിയർ ഓഫ് യുവർ ബ്ലഡ്. ഡ്രോ ആൻഡ് ലേബൽ 2 വൈറ്റ് ബ്ലഡ് സെൽസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 സ്ലൈഡ് എടുക്കുക. അതേപോലെ തന്നെ ബ്ലഡ് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലാൻസെറ്റ്. ഈ ലാൻസെറ്റും സ്ലൈഡും നന്നായിട്ട് സ്പിരിറ്റ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുക. ശേഷം ഇടത്തെ കയ്യിൻ്റെ റിംഗ് ഫിംഗർ സ്പിരിറ്റ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുക. ഈ ലാൻസെറ്റ് ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് പ്രിക്ക് ചെയ്യുക, കുത്തുക. അപ്പോൾ ബ്ലഡ് ഊസ് ചെയ്യും. ആ ബ്ലഡ് നമ്മൾ ആൾറെഡി ക്ലീൻ ആയിട്ടുള്ള, ഡ്രൈഡ് ആയിട്ടുള്ള, സ്റ്റെറിലൈസ് ആയിട്ടുള്ള സ്ലൈഡിൻ്റെ മുകളിൽ ഒരു ഡ്രോപ്പ് ഉറ്റിക്കുക. ഒരു ഡ്രോപ്പ് ബ്ലഡ് ഉറ്റിച്ചതിന് ശേഷം ആ ബ്ലഡ് മറ്റേ സ്ലൈഡിൻ്റെ എഡ്ജ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? സ്മിയർ ചെയ്യുക. ഒന്നിങ്ങോട്ട് വലിച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ആ ബ്ലഡ് അതിൻ്റെ മുകളിൽ പരക്കും. അതാണ് സ്മിയറിങ്. സ്മിയർ ചെയ്തതിന് ശേഷം ലെറ്റ് ഇറ്റ് ഡ്രൈ. ആഫ്റ്റർ ഡ്രൈയിങ് ദ ബ്ലഡ് സ്മിയർ കുറച്ച് ലീഷ്മാൻ സ്റ്റെയിൻ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കളയുക. 2 മിനിറ്റ് കാത്തിക്കുക. എന്നിട്ട് ആ സ്റ്റെയിന് ട്രെയിൻ ഔട്ട് ചെയ്യുക. ട്രെയിൻ ഔട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ വാഷ് ചെയ്യുക. എന്നിട്ട് ഡ്രൈ ആക്കുക. ഡ്രൈ ചെയ്തതിന് ശേഷം മൈക്രോസ്കോപ്പ് കൂടി ആ സ്ലൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് ബ്ലഡ് സെൽസ് കാണാൻ പറ്റും. ഈ സ്ലൈഡ് പ്രിപ്പറേഷന് 1 മാർക്കാണ്, പ്ലസ് ഡയഗ്രാം വരക്കുന്നതിന് 1 മാർക്കാണ്, 1 സ്കോർ. അങ്ങനെ മൊത്തം 2 സ്കോറാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഐഡൻറ്റിഫൈ ദ പാത്തോജൻ ഫ്രം ദ സ്ലൈഡ് ഗിവൺ ഓർ ഡയഗ്രാം ഗിവൺ. ഡയഗ്രാം തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്ലൈഡ് തന്നിട്ടുണ്ടാവും. അതിൽ ഏത് രോഗമാണെന്ന് തിരിച്ചറിയണം. നെയിം ദ ഡിസീസ് ആൻഡ് റൈറ്റ് ദ സിംറ്റംസ്. ഇത് പാത്തോളജിയിൽ നിന്നാണ്. അത് ഏതൊക്കെയാണ്? 1 ആസ്കാരിസ്, 2 എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, 3 പ്ലാസ്മോഡിയം വിവാക്സ്, 4 റിംഗ് വോം. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുക. യു നോ ദാറ്റ് പ്ലാസ്മോഡിയം വിവാക്സ് വിച്ച് കോസസ് എ ഡിസീസ് മലേറിയ. മലമ്പനി ഉണ്ടാക്കുന്ന രോഗമാണ് പ്ലാസ്മോഡിയം. ഇനി അതിൻ്റെ സിംറ്റം എന്താ? തുള്ളിപ്പനിക്കുക, ഫീവർ വിത്ത് ചില്ലിങ് ആൻഡ് ഷിവറിങ്. ഇനി രണ്ടാമത്തത് ആസ്കാരിസ് എന്ന് പറയുന്ന പാത്തോജനാണ്. ആസ്കാരിസ് റൗണ്ട് വേം എന്നും അറിയപ്പെടും. അതുണ്ടാക്കുന്ന രോഗം ഏതാ? ആസ്കാരിയാസിസ്. കുട്ടികളിലൊക്കെയാണ് സാധാരണ കാണുക. ഇതിൻ്റെ സിംറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ധാരാളം ആസ്കാരിസ് കുടലുണ്ട് എങ്കിൽ ദാറ്റ് വിൽ ഒബ്സ്ട്രക്ട് ദ ഇൻറ്റസ്റ്റൈനൽ പാസേജ്, കോസസ് അബ്ഡോമിനൽ പെയിൻ നോൺ ആസ് കോളിക് പെയിൻ. അപ്പോൾ വയറുവേദന ഉണ്ടാക്കും. കുട്ടികളിലാണ് സാധാരണ കാണുക എന്ന് പറഞ്ഞല്ലോ. ആ കോളിക് പെയിൻ ഉണ്ടാക്കും. ദെൻ തന്മൂലം ഡൈജഷൻ അവതാളത്തിലാവും. ദാറ്റ് ഈസ് ഇമ്പയേർഡ് ഡൈജഷൻ. പ്ലസ് അതെന്തുണ്ടാക്കും? ഡയേറിയ ഉണ്ടാക്കും, വൊമിറ്റിംഗ് ഉണ്ടാക്കും. അതേപോലെ തന്നെ കുട്ടിയുടെ മാനസികാരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും അത് പ്രതികൂലമായി ബാധിക്കും. റിട്ടാർഡഡ് മെൻ്റൽ ആൻഡ് ബോഡി ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സിംറ്റംസ് ഓഫ് ആസ്കാരിയാസിസ്. ഇനി റിംഗ് വേം, നമ്മൾ വട്ടച്ചൊറി എന്ന് പറയുന്ന സാധനം. റിംഗ് വേം എന്ന് പറയുന്നത് ഫംഗസ് ആണ്. സാധാരണഗതിയിൽ 3 തരം ഫംഗസ് ആണ് രോഗാണുവായിട്ട് അല്ലെങ്കിൽ പാത്തോജനായിട്ട് വരാറുള്ളത്. ഒന്ന് മൈക്രോസ്പോറം. മൈക്രോസ്പോറങ്ങളെ എങ്ങനെ തിരിച്ചറിയുക? സ്പിൻഡിൽ ഷേപ്പ്ഡ് കൊണീഡിയ ആയിരിക്കും. ഓക്കെ. രണ്ടാമത്തേതാണ് ട്രൈക്കോഫൈറ്റോൺ. ട്രൈക്കോഫൈറ്റോൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ ധാരാളം ഓവലോ അല്ലെങ്കിൽ സ്പെറിക്കലോ ആയിട്ടുള്ള കൊണീഡിയ കാണാൻ പറ്റും. ചില സമയങ്ങളിൽ അത് പെൻസിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള കൊണീഡിയും ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇനി മൂന്നാമത്തത് എപ്പിഡെർമോഫൈറ്റോൺ. എപ്പിഡെർമോഫൈറ്റോണിൻ്റെ കൊണീഡിയ എങ്ങനെയെങ്കിൽ തിരിച്ചറിയുക? അത് ക്ലബ് ഷേപ്പ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ കൊണീഡിയയുടെ ഷേപ്പ് നോക്കിയിട്ട് യു ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ വിച്ച് വൺ ഈസ് ദി റിംഗ് വേം ഇൻഫെക്ഷൻ. ആ റിംഗ് വേം തിരിച്ചറിയുക. അത് അപ്പോൾ പേര് എഴുതുക. ഇന്ന പാത്തോജനാണ് തിരിച്ചറിയുക. പാത്തോജൻ ഏതാന്ന് തിരിച്ചറിയുന്നതിനാണ് 1/2 മാർക്ക് ഉണ്ട്. അത് ഡയഗ്രാം വരക്കുന്നതിന് 1/2 മാർക്ക്, ലാബലിങ്ങിന് 1/2 മാർക്ക്. ഇതാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ.
but dry scaly lesions will appear on the skin accompanied by intense itching. ഇതാണ് അതിൻ്റെ സിംറ്റം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന അത് ഉണ്ടാക്കുന്ന രോഗം അമീബിക് ഡിസെൻട്രി അല്ലെങ്കിൽ അമീബിയാസിസ് എന്നാണ് ആ രോഗത്തിന് പറയുക. വയറുകടി എന്നാണ് മലയാളത്തിൽ ഈ രോഗത്തിന് പറയുക. അതിൻ്റെ ലക്ഷണങ്ങൾ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് എന്താണ്, ഇൻറ്റൻസ് അബ്ഡോമിനൽ പെയിൻ, നല്ല വയറുവേദന ഉണ്ടാവും. അതിന് കാരണം എന്താ, ഈ രോഗാണു നമ്മുടെ വയറ്റിലെത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇൻറ്റൻസ് അബ്ഡോമിനൽ പെയിൻ accompanied by repeated motion and fluid fecal matters that ultimately causes ulcer. വയറ്റിൽ കുടലിൽ പുണ്ണുണ്ടാക്കും. sometime the pathogen may reach other organs and damage the wall of large intestine. These are the symptoms of the disease. Next question എന്ന് പറയുന്നത് എംബ്രിയോളജിയാണ്. Identify the given embryology slide. Sketch and label one part. അത് TS of ovary ആവാം, TS of testis ആവാം, TS of blastula ആവാം. എംബ്രിയോളജി 3 സ്ലൈഡാണുള്ളത്. ഇതിന് ഐഡൻറ്റിഫിക്കേഷന് 1/2 സ്കോറ്, സ്കെച്ചിന് 1 സ്കോറ്, ലാബലിങ്ങിന് 1/2 സ്കോർ. അത് നിങ്ങൾ പഠിച്ചു വരണം. പിന്നെ വരുന്നത് 11ാമത്തത് വൈവയാണ്. വൈവ ഈ ബയോകെമിക്കൽ അനലൈസിസിനെ ആസ്പദമാക്കിയിട്ടാണ് ചോദിക്കുക. അവ ബയോകെമിക്കൽ അനലൈസിസിൻ്റെ തിയറി, പ്രോട്ടീൻ ആയാലും അതേപോലെ തന്നെ സ്റ്റാർച്ച് ആയാലും ഗ്ലൂക്കോസ് ആയാലും അത് എങ്ങനെയാണ് അതിൻ്റെ ടെസ്റ്റ്, അതൊക്കെ കാര്യമായിട്ട് അതിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് വൈവ ഉണ്ടാവുക. ഇനി റെക്കോർഡിന് 2 മാർക്ക്, അങ്ങനെ മൊത്തം 20 മാർക്കാണുള്ളത്. ഇവിടെ പണ്ട് ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് അന്ന് പ്രീ ഡിഗ്രിയാണ്, അന്ന് പ്രാക്ടിക്കൽ പറഞ്ഞാൽ പക്ക പ്രാക്ടിക്കലാണ്. അന്ന് ഡിസെക്ഷൻ ഉണ്ടാവും, ഡിസെക്ഷൻ തന്നെ ചെയ്യണം. പിന്നെ ഈ ഇൻവെർട്ടിബ്രേറ്റ് ആനിമൽ ആയാലും വെർട്ടിബ്രേറ്റ് ആനിമൽ ആയാലും ആ സ്പെസിമെനാണ്, ഐദർ ഫ്രഷ് സ്പെസിമെൻസ് അല്ലെങ്കിൽ പ്രിസർവ്ഡ് സ്പെസിമെൻസ് ആണ് കാണിക്കുക. ഇപ്പോൾ ആ രീതിയൊക്കെ മാറി. ഇപ്പോൾ സത്യത്തിൽ പ്രാക്ടിക്കലിന് നിങ്ങൾക്ക് കാര്യമായിട്ട് ചെയ്യാൻ വളരെ കുറച്ചേ ഉള്ളൂ, എഴുതാനാണ് കൂടുതൽ. അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ സാധാരണ തിയറി എഴുതുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്പർ ഇട്ട് വൃത്തിക്ക് എഴുതുക. അതേപോലെ തന്നെ വരക്കാനുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വലുതാക്കി വരക്കുക, ലേബൽ ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് 1/2 മാർക്ക് പോലും നഷ്ടപ്പെടില്ല. ഫുൾ 20ൽ 20 കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.